നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇത് കൽപ്പന രാഘവേന്ദ്രൻ. തമിഴിലും തെലുങ്കിലും നിരവധി ഗാനങ്ങൾ പാടിയ ഗായിക. പ്രസിദ്ധ ഗായകൻ TS രാഘവേന്ദ്രയുടെ മകൾ. പക്ഷേ റിയാലിറ്റി ഷോകളിലൂടെ, പ്രത്യേകിച്ച് സ്റ്റാർ സിംഗറിലൂടെ നമുക്ക് ഇവരെ നല്ല പരിചയമാണ്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ സീസൺ 5 വിന്നറാണിവർ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നന്നായി പാടുന്ന ഗായിക. പാടുക മാത്രമല്ല, അവർ പാട്ട് എഴുതുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല കഴിവുള്ള കലാകാരി. പക്ഷേ സ്റ്റാർ സിംഗറോടെയാണ് ഇവർ സ്റ്റാറായി മാറിയത്. നിറയെ പരിപാടികൾ, കൈ നിറയെ പണം, ഭാഗ്യവതിയായ ഗായിക. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈദരാബാദ് നിസാംപേട്ടിലെ കൽപ്പനയുടെ ആഡംബര വീട്ടിൽ അബോധാവസ്ഥയിൽ അവരെ കണ്ടെത്തിയത്. അമിത അളവിൽ ഉറക്കഗുളിക കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. പിന്നെയാണ് അറിയുന്നത്, ഉറക്കം കിട്ടാത്തതിനാൽ അവർ സ്ഥിരമായി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ടായിരുന്നുവെന്നും 6 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ഉറക്കം വരാഞ്ഞതിനാൽ 10 കഴിച്ചതാണ് പ്രശ്നമായത് എന്നൊക്കെ. നല്ല അനുഗ്രഹീത ഗായികയാണ്. പക്ഷേ ഉറക്കം കിട്ടുന്നില്ല. ഇത് ഇവർക്ക് മാത്രമല്ല, പല പ്രമുഖരുടെയും പ്രശ്നമാണ്. പ്രത്യേകിച്ച് പല നടിമാരും ഗായികമാരും ഒക്കെ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. സ്ലീപ്പിംഗ് പിൽസ് ഇല്ലാതെ ഉറങ്ങാനാവാത്ത അവസ്ഥ വലിയൊരു പ്രശ്നമാണിത്. അവർക്ക് മാത്രമല്ല, ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം പേർക്ക് ഉറക്കവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ. എന്ന് മാത്രമല്ല, ദിവസവും നടക്കുന്ന റോഡപകടങ്ങളിൽ 5-ൽ 1 ഡ്രൈവർ ഉറക്കം തൂങ്ങിയത് മൂലം ഉണ്ടായതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ശരിയായ അളവിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത ഇരട്ടിയാകുമെന്നും മസ്തിഷ്കാഘാതം വരാനുള്ള സാധ്യത 4 ഇരട്ടിയാകുമെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അതേക്കുറിച്ച് പറയാമെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ഉറക്കത്തിൻ്റെ ദിനം, സ്ലീപ്പ് ഡേ. ഉറക്കത്തിനും ഒരു ദിനമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. എന്താ ഉണ്ടായാൽ? കാരണം ജീവിതത്തിൻ്റെ ഏതാണ്ട് 1/3 ഭാഗം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറക്കം ജീവിതത്തിൻ്റെ ഒരു പ്രധാന ചര്യ തന്നെയാണ്. ഒഴിച്ചുകൂടാനാവാത്ത ജീവിത വ്യായാമം. ഉറക്കത്തെക്കുറിച്ചും ഉറക്ക രോഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മാർച്ച് മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച ലോക ഉറക്ക ദിനമായി ആചരിക്കുന്നത്. ഇന്ന് മാർച്ച് 14, മാർച്ച് മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച, ഉറക്ക ദിനം. ഈ ദിനത്തിൽ ഉറക്കത്തെക്കുറിച്ച് അനിവാര്യമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കാം. ആദ്യം, ഓരോ പ്രായക്കാരും എത്രത്തോളം സമയം നിശ്ചയമായും ഉറങ്ങണം എന്ന് പറയാം. ഇതേക്കുറിച്ച് സെൻട്രൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ കൃത്യമായ കണക്ക് പറയുന്നുണ്ട്. ഇതനുസരിച്ച് 3 മാസം വരെ പ്രായമുള്ള കുട്ടികൾ 14 മുതൽ 17 മണിക്കൂർ വരെ ഉറങ്ങണം. എന്നാൽ മാത്രമേ അവർക്ക് ശരിയായ വളർച്ചയും ബുദ്ധിവികാസവും ഉണ്ടാവുകയുള്ളൂ എന്നാണ് കണ്ടെത്തൽ. 3 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ 10 മുതൽ 13 മണിക്കൂർ വരെയും, 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 9 മുതൽ 12 മണിക്കൂർ വരെയും ഉറങ്ങണം. ഇനി 13 മുതൽ 17 വരെ പ്രായമുള്ളവർ 8 മുതൽ 10 മണിക്കൂർ വരെയും, 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർ 7 മണിക്കൂറും, 61-നും 64-നും ഇടയിലുള്ളവർ 7 മുതൽ 9 മണിക്കൂറും, 65 വയസ്സും അതിൽ കൂടുതലുമുള്ളവർ 7 മുതൽ 8 മണിക്കൂർ വരെയും ഉറങ്ങണം. ഇത് സാമാന്യമായ ഒരു കണക്കാണ്. ചിലപ്പോൾ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരാൾ ഇത്ര നേരം ഉറങ്ങുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങളും അത്രയും നേരം ഉറങ്ങണം എന്നില്ല. അത് ഓരോരുത്തരുടെയും മെറ്റബോളിക് സിസ്റ്റത്തിനും ഓരോരുത്തരുടെ ജീവിതചര്യയ്ക്കും ഓരോരുത്തരും ചെയ്യുന്ന ജോലിക്കും ഒക്കെ അനുസരിച്ച് മാറാവുന്നതാണ്. എത്ര മണിക്കൂർ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണ ഉന്മേഷത്തോടുകൂടി ഉണരുന്നത്? അതാണ് നിങ്ങളുടെ ഉറക്കത്തിന് വേണ്ട സമയം.
ടോക്കർ റിസർച്ച് നടത്തിയ അടുത്ത കാലത്തെ ഒരു ഗവേഷണത്തിൽ ഇന്നത്തെ തലമുറയിൽ ഉറക്കശീലത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തലമുറകൾ ഉറങ്ങാൻ പോകുമ്പോൾ നിശബ്ദതയാണ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ചെറുപ്പക്കാരെ ഉറങ്ങാൻ സഹായിക്കുന്നത് പാട്ട് പോലെയുള്ള നേരിയ ശബ്ദങ്ങളാണ്. നമ്മളിപ്പോൾ 20 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവരെയാണല്ലോ സീജൻ എന്ന് വിളിക്കുന്നത്. ഇവരിൽ 49% ഉറങ്ങാൻ തങ്ങൾക്ക് ശബ്ദം വേണമെന്നാണ് പറഞ്ഞത്. ഡിജിറ്റൽ ജീവിത ശൈലിയാണ് ഇതിന് കാരണമെന്നാണ് സ്ലീപ്പ് സൊല്യൂഷൻസിന്റെ സ്ഥാപകനായ ചെൽസി പെറി പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് നിശബ്ദത ശാന്തിയും സമാധാനവുമല്ല ഉണ്ടാക്കുന്നത്. ഈ നിശബ്ദതയ്ക്കപ്പുറത്ത് എന്തോ ഒളിഞ്ഞിരിക്കുന്നുവെന്ന പോലെ അത് അവരെ ദുർബലരാക്കുന്നുണ്ട്. അപ്പോൾ മസ്തിഷ്കം ഹൈപ്പർ സെൻസിറ്റീവ് ആയിത്തീരും. ഇതൊഴിവാക്കാനാണ് അവർ ഉറങ്ങാൻ വേണ്ടി ശബ്ദം, നേരിയതെങ്കിലുമായ ശബ്ദം ആശ്രയിക്കുന്നത്. ഈ സീജൻ രാത്രി വൈകി ഉറങ്ങുന്നതും പകൽ വൈകി എണീക്കുന്നതും ഒരു ശീലമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം നല്ലതല്ല എന്നാണ്. പക്ഷേ ഈ സീസണ് അതിന് അവരുടേതായ ന്യായീകരണവും കാണും. അതും ശരിയായിക്കൂടുന്നില്ല. ഇതേക്കുറിച്ച് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഈ ദിനത്തിൽ എല്ലാവർക്കും നല്ല ഉറക്കം ആശംസിക്കുന്നു. എല്ലാവർക്കും സ്ലീപ്പ് ഡേ വിഷസ്.